വെൽക്കം ടു ജയശ്രീസ് ക്ലാസ് റൂം. ഐ എം ജയശ്രീ പ്രദീപ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് KTU പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്റ്റേഴ്സ്. KTU ജാനുവരി 2021 സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്റ്റേഴ്സ് ഓഫ് the matrix 1 1 2 minus 1 2 1 0 1 3. ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഇറ്റ് ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. അപ്പം ഓർഡർ 3 ഉള്ള ഒരു മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസ് കാണുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. നിങ്ങൾക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലാസാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓർഡർ 3 വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് ഫസ്റ്റ് വൺ. ഓർഡർ 2 വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് സെക്കൻഡ് വൺ. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ഫോർമുല. നിങ്ങൾക്ക് ഓർഡർ 3 ഉള്ളൊരു മെട്രിക്സ് ആണ് തരുന്നതെങ്കിൽ ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇസ് ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് sum of minors of diagonal elements into lambda minus determinant a equal to 0. ഇതാണ് ഫസ്റ്റ് ഫോർമുല. ഇതിലെ ഓരോ ടേം എന്താണെന്ന് നോക്കാം. ലാംഡ ക്യൂബ് ഓർഡർ 3 ആയതുകൊണ്ട് ലാംഡ ക്യൂബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈനസ് ട്രേസ് ഓഫ് എ. വാട്ട് യു മീൻ ബൈ ട്രേസ് ഓഫ് എ മാട്രിക്സ്? ട്രേസ് മീൻസ് സം ഓഫ് ദ ഡയഗണൽസ്. ഓക്കെ, സം ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ്. സം ഓഫ് diagonal elements is called trace of a matrix. Okay, so in this case what is trace? It is 1 plus 2 plus 3. This is the trace of the matrix. Okay, so 6 is the trace value. Okay, then sum of minors of diagonals. What do you mean minor of a matrix? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയഗണൽസിൻ്റെ മൈനറാണ്. അപ്പം 3 ഡയഗണൽ എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടെ 1 എന്ന ഡയഗണൽ എലിമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനൻ്റ് ആണ്. 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ആൻഡ് കോളം യു ഡിലീറ്റ് ആൻഡ് ദ റെസ്റ്റ് ഇസ് ഡിറ്റർമിനൻ്റ് 2 1 1 3. ദിസ് ഇസ് ദ മൈനർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഡയഗണൽ മെമ്പർ ഇസ് 2. 2 എന്ന എലിമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് 2 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ആൻഡ് കോളം യു ഡിലീറ്റ് ആൻഡ് ദ റിമൈനിങ് ഇസ് ദ ഡിറ്റർമിനൻറ്റ് 1 2 ഫസ്റ്റ് റോ 0 3 ലാസ്റ്റ് റോ. ഓക്കെ, പ്ലസ് നൗ ദ തേർഡ് മെമ്പർ ഇസ് 3. 3യുടെ മൈനർ എന്ന് പറയുന്നത് 3 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ആൻഡ് കോളം യു ഡിലീറ്റ് ആൻഡ് ദ റെസ്റ്റ് ഇസ് 1 1 1 2. ദിസ് ഇസ് ദ മൈനർ ഓഫ് ദ മെമ്പർ 3. Okay, so in this formula you consider the sum of minors of diagonals. So you find the value of those 3 determinants and add up into lambda minus determinant a. So this determinant a can be calculated using calculators. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഈ ഫോർമുലയുടെ ഫസ്റ്റ് ടേം, വാട്ട് ഇസ് ദ ഫസ്റ്റ് ടേം? ഇറ്റ് ഇസ് പോസിറ്റീവ്. സെക്കൻഡ് ടേം ഹൂസ് സിമ്പിൾ? ഇറ്റ് ഇസ് നെഗറ്റീവ്. തേർഡ് ടേം ഇറ്റ് ഇസ് പോസിറ്റീവ്. ഫോർത്ത് ടേം നെഗറ്റീവ്. സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ഹിയർ വി ഹാവ് ഓൾട്ടർനേറ്റീവ്ലി പ്ലസ് ആൻഡ് മൈനസ് സിമ്പിൾ. ഓക്കെ, സോ റിമെമ്പർ ദ ഫസ്റ്റ് ഫോർമുല ലാംഡ ക്യൂബ് മൈനസ് trace of a into lambda square plus sum of minors of diagonal elements into lambda minus determinant a equal to 0. Now look at the second formula. If your matrix is of order 2, then you can use the second formula. The second formula says that it is lambda square minus trace of a into lambda minus determinant a equal to 0. അപ്പം ഓർഡർ 2 മാട്രിക്സ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഓക്കെ, നൗ ഹിയർ യു ആർ ഗിവൺ എ മാട്രിക്സ് 1 1 2 minus 1 2 3 0 1 3. അപ്പോൾ ഓർഡർ 3 ഉള്ള മാട്രിക്സ് ആയതുകൊണ്ട് യു ക്യാൻ യൂസ് ദ ഫസ്റ്റ് ഫോർമുല ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ. What is the trace? It is sum of the diagonal elements. So 1 plus 2 plus 3.
okay, into lambda square plus sum of diagonal elements, minors of the diagonal elements. So what are the minors? 1 in the minor determinant 2 1 1 3, 2 എന്ന മെമ്പറിൻ്റെ minor 1 2 0 3, then the last diagonal member is 3 whose minor is 1 1 minus 1 2. ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് എ, ഐ ടോൾഡ് യു യൂസ് കാൽക്കുലേറ്റേഴ്സ്, ഈക്വൽ ടു 0. So on simplification we will get lambda cube minus 6 lambda square plus 11 lambda minus 6 is equal to 0. ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇസ് ഓൾവേസ് ഇൻ ടേംസ് ഓഫ് ലാംഡ. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് ലാംഡയുടെ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ലാംഡ? ഇവിടെ 3 ലാംഡ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഹൗ? ഇവിടെ ലാംഡ ക്യൂബാണ്. ക്യൂബിക് ഇക്വേഷന് 3 റൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പം 3 റൂട്ട്സ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എൻട്രി ചെയ്ത് കൊടുത്താൽ 3 ലാംഡ വാല്യൂസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദീസ് ആർ ദ 3 ലാംഡ വാല്യൂസ് 1 2 and 3, and these values are called eigen values. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഏഗൺ വെക്ടർ? ഏഗൺ വെക്ടർ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ. അപ്പം നമ്മൾക്ക് 3 ലാംഡ വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ 3 എക്സ് വാല്യൂസും നമ്മൾക്ക് കണ്ടുപിടിക്കണം. ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഗെറ്റ് 1 ഏഗൺ വെക്ടർ. ഫോർ ലാംഡ is equal to 2 the eigen value, you will get the second eigen vector, and lambda is equal to 3, you will get third eigen vector x3. അപ്പോൾ 3 ഏഗൺ വെക്ടർ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. എങ്ങനെയാണ് ഏഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത്? യു കൺസിഡർ ദ ഇക്വേഷൻ a minus lambda I into x is equal to 0. So here for finding eigenvector you have to consider a minus lambda I into x is equal to 0. ഇതിലെ എക്സിൻ്റെ വാല്യൂനെയാണ് നമ്മൾ പറയുന്നത് ഏഗൺ വെക്ടർ. എങ്ങനെയാണ് ഏഗൺ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എ എന്ന മെട്രിക്സിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ്, അപ്പം നമുക്ക് തന്നിരിക്കുന്ന എ എന്ന മെട്രിക്സിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സിൽ നിന്ന് ഇവിടെ ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്ടറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡയഗണൽ എലിമെൻറ്റ്സിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഡയഗണൽ മെമ്പർ ഇസ് 1, സോ 1 മൈനസ് 1 ഇറ്റ് ഇസ് 0. ഓക്കെ, സെക്കൻഡ് ഡയഗണൽ മെമ്പർ ഇസ് 2, 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നത് 1, ആൻഡ് ദ തേർഡ് ഡയഗണൽ എലിമെൻറ്റ് ഇസ് 3, 3ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, സോ 2. ബാക്കി എല്ലാ എലിമെൻസിനെയും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ മാട്രിക്സ് ഇക്വേഷൻ ദാറ്റ് വി ആർ ഗെറ്റിംഗ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വലിയ മാട്രിക്സിനെ യു റെഡ്യൂസ് ദിസ് ടു എക്കലോൺ ഫോം. ഓക്കെ, എക്കലോൺ ഫോം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ മെമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ താഴെയുള്ള 2 എലിമെൻസിനെയും 0 ആക്കണം. ഓക്കെ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ മെമ്പറിൻ്റെ താഴെയുള്ള എലിമെൻറ്റ് 0 ആക്കിയിട്ടുണ്ട്. യു ക്യാൻ യൂസ് റോ ട്രാൻസ്ഫർമേഷൻസ്, ഇത് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So this is the echelon form, reduced form. Now you can find out the rank of this matrix. Look at the third row. Third row 0 0 0 ആയതുകൊണ്ട് ഈ മാട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ദിസ് മാട്രിക്സ് ഇസ് 2. Okay, and what about number of unknowns? X, Y, Z, 3 variables are there, so 3 unknowns. Therefore R is less than n. If R is less than n,
then there are infinitely many solution. Consistency പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കണ്ടീഷൻസ് എല്ലാം. സോ ആർ ലെസ് ദാൻ എൻ ആയതുകൊണ്ട് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എക്സ് വൈ സെഡ് എന്ന 3 വേരിയബിൾസിൽ ചില വേരിയബിൾസിന് നമ്മൾ ആർബിട്രറി വാല്യൂസ് കൊടുക്കേണ്ടി വരും. അതായത് കെ എന്ന ആർബിട്രറി വാല്യൂ, കെ ക്യാൻ ടേക്ക് എനി നമ്പർ. ഇവിടെ എത്ര എണ്ണം വേരിയബിൾസിന് നമുക്ക് ആർബിട്രറി വാല്യൂ കെ കൊടുക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി യു കൺസിഡർ എൻ മൈനസ് ആർ, ഒരു കൗണ്ട്, ഒരു നമ്പർ എടുക്കുക, എൻ മൈനസ് ആർ. അപ്പോൾ സോ ഇൻ ദിസ് കേസ് 3 minus 2 that is equal to 1. അതായത് ഒരു വേരിയബിൾ എക്സ് വൈ സെഡ് എന്ന 3 വേരിയബിളിൽ ഒരു വേരിയബിളിന് യു ക്യാൻ പുട്ട് ആർബിട്രറി വാല്യൂ കെ. ഓക്കെ, സോ വൺസ് മോർ എൻ മൈനസ് ആർ നമ്പർ ഓഫ് വേരിയബിൾസിന് കെ കൊടുക്കാം. ഇവിടെ എൻ മൈനസ് ആർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഒരു വേരിയബിളിന് നിങ്ങൾക്ക് കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is our echelon form, the previous matrix 0 1 2 minus 1 0 minus 1 0 0 0. ഇതിൽ നിന്ന് you can form an equation. Okay, by back substitution you can form equation, same thing we did in the case of Gauss elimination method. ഇതിൽ ലാസ്റ്റ് റോയിൽ നിന്ന് ഇക്വേഷൻസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഫ്രം ദ സെക്കൻഡ് റോ ഇറ്റ് ഇസ് -1 into x plus 0 into y minus 1 into z is equal to 0. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. സോ വാട്ട് വിൽ ഗെറ്റ് -x minus z is equal to 0. And from the first row you form equation. So it is 0 into x plus 1 into y plus 2z is equal to 0. So equation is y plus 2z is equal to 0. ഇതാണ് നമ്മളുടെ 2 ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷനിൽ നിങ്ങൾക്ക് ഒരു വേരിയബിൾ, ഏതെങ്കിലും ഒരു വേരിയബിളിന് കെ എന്ന ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. സോ ഇൻ ദിസ് കേസ് വാട്ട് ഐ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇസ് ഐ എം പുട്ടിങ് സെഡ് ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, ഈ ഇക്വേഷനിലെ സെഡിന് കെ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ വെൻ വി ആർ പുട്ടിങ് സെഡ് ഇസ് ഈക്വൽ ടു കെ ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ. ഓക്കെ, ആൻഡ് the same these two you can substitute in the second equation. So you'll get the value of y is equal to minus 2k. So 3 values x, y and z will get. You can arrange it in the column matrix. It is minus k, minus 2k, k. For x first member, y second member, z third member. ഇതിൽ നിങ്ങൾക്ക് kക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. Here I substituted k is equal to 1. Therefore the column vector is -1, -2, 1. So this is the first eigenvector x1. This is the eigenvector corresponding to the first eigenvalue lambda is equal to 1. Now you consider the eigenvector corresponding to lambda is equal to 2. 2 എന്ന ഏഗൺ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? യു കൺസിഡർ ദ ഗിവൺ മാട്രിക്സ് എ. ഇതിലെ ഡയഗണൽ എലിമെൻസിൽ നിന്നും 2 മൈനസ് ചെയ്യുക. സോ 1 മൈനസ് 2 ഇറ്റ് ഇസ് -1, 2 മൈനസ് 2 ഇറ്റ് ഇസ് 0, 3 മൈനസ് 2 ഇറ്റ് ഇസ് 1. ഓക്കെ, ബാക്കി എല്ലാ എലിമെൻസും യു ക്യാൻ കീപ് ആസ് ഇറ്റ് ഇസ്. Now what we want to do is you do echelon form, reduce this matrix to echelon form. So when you are reducing to echelon form, what we will get? This is -1 1 2 0 -1 -1, and third row will be 0 0 0 into x y z is equal to 0 0 0. This is the matrix, okay, in which the first one is the reduced form. Now look at the rank of the matrix. What will be the rank of this matrix? The third row completely 0. Therefore, the rank of this matrix is 2. And what about number of unknowns? Number of unknowns is equal to 3. Number of unknowns is equal to 3. Therefore, R is less than n. When R is less than n,
What about the conclusion? There are infinitely many solutions. Okay, so in this case, n minus r, it is 3 minus 2, it is 1. Okay, so for one variable you can put k. N minus r is 1. So for one variable you can put k, the arbitrary value. Now look at the previous matrix again. You form equation. From the last row we can't make any equation. From the second row the equation will be 0 into x minus y minus ez is equal to 0. Okay, that is minus y minus ez is equal to 0, or y plus ez is equal to 0 on cancelling minus sign. And from the first row the equation will be minus x plus y plus 2ez is equal to 0. This is the second equation. Okay, ഈ രണ്ട് ഇക്വേഷനിലെ ഒരു വേരിയബിളിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിളിന് k എന്ന ആർബിട്രറി നമ്പർ കൊടുക്കാം. So in this case also I am putting z is equal to k. It doesn't mean that we have to put always z is equal to k. നിങ്ങൾക്ക് y-ക്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിളിന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ x ഇല്ല, y z മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഇക്വേഷനിൽ എക്സ് വൈ ഇസഡ് ഉണ്ട്. സോ നമ്മൾ രണ്ട് ഇക്വേഷനിലും ഇസഡ് ഉള്ളത് കൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇസഡിന് കെ കൊടുക്കാം, അല്ലെങ്കിൽ വൈക്ക് കെ കൊടുക്കാം. സോ വെൻ യു ആർ പുട്ടിങ് സെഡ് ഇസ് ഈക്വൽ ടു കെ, ദിസ് ബിക്കംസ് ഫ്രം ദിസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് കെ. ഈ രണ്ട് വാല്യൂസ് വൈയും ഇസഡും നിങ്ങൾക്ക് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, നമ്മൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് കിട്ടിയിട്ടുണ്ട്, വൈ ഇസ് ഈക്വൽ ടു മൈനസ് കെ എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് സെഡ്? സെഡ് ഇസ് ഈക്വൽ ടു കെ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നൗ യു ക്യാൻ റൈറ്റ് ദ കോളം വെക്ടർ ഏഗൺ വെക്ടർ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു കെ മൈനസ് കെ കെ. ഇതാണ് നമ്മുടെ ഏഗൺ വെക്ടർ. ശരിക്കും ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഓൺ പുട്ടിങ് കെ ഇസ് ഈക്വൽ ടു 1, ഇറ്റ് ഇസ് 1 minus 1 1. This is the eigenvector corresponding to the second number, lambda is equal to 2. And one more we have eigenvalue, lambda is equal to 3. അപ്പോൾ ഈ ലാംഡ is equal to 3 എന്ന ഏഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്ടർ കാണാൻ എന്താണ് നമ്മളുടെ എളുപ്പ വഴി? ഡയഗണൽ എലിമെൻസിൽ നിന്ന് യു സബ്ട്രാക്ട് 3. ഓക്കെ, സോ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന് എന്താണ് മാറ്റം വരുന്നത്? ഈ ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് ഡയഗണൽ മെമ്പർ 1, 1 minus 3 ഇറ്റ് ഇസ് മൈനസ് 2, 2 minus 3 ഇറ്റ് ഇസ് മൈനസ് 1, 3 minus 3 ഇറ്റ് ഇസ് 0. ബാക്കി ഒരു എലിമെൻസിനും ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാട്രിക്സിൻ്റെ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. So when you are converting this to echelon form, various steps you can see here. This is the converted, the last reduced form. It is 1 1 minus 1 0 1 0 0 0 0 into the column vector x y z is equal to 0 0 0. Okay, now what about the rank of this matrix? It is rank is equal to 2. And what about the number of unknowns? N is equal to 3. So in this case also R is less than N, means infinitely many solutions exist. So for how many variables we can put arbitrary value k? N minus R. ഈ നമ്പർ ഓർത്ത് വയ്ക്കുക. N minus R വേരിയബിൾസിന് നിങ്ങൾക്ക് k എന്ന് കൊടുക്കാം. അപ്പോൾ N minus R എന്ന വാല്യൂ 2 ആണ് കിട്ടുന്നത് എങ്കിൽ N minus R is equal to 2 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് വേരിയബിളിന് k എന്ന് കൊടുക്കണം. എങ്ങനെ കൊടുക്കും? എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് k1 എന്ന് കൊടുക്കാം, y ഇസ് ഈക്വൽ ടു k2 എന്ന് കൊടുക്കാം. രണ്ട് വേരിയബിളിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കാം. ഓക്കെ, സോ ഇൻ ദിസ് കേസ് n മൈനസ് ആർ, വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഇസ് 1. സോ ഒരു വേരിയബിളിന് മാത്രമേ നിങ്ങൾക്ക് k എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ദ റെഡ്യൂസ്ഡ് ഫോം. ആൻഡ് ഫ്രം ദ സെക്കൻഡ് റോ ദ ഇക്വേഷൻ ഇസ് 0 into x 0 ആണ്, പ്ലസ് 1 into y പ്ലസ് 0 into z is equal to 0. ഇതിൽ നിന്ന് directly we will get y is equal to 0. Okay, this is the first equation. And from the first row you will get the second equation. It is x plus y minus z is equal to 0. Okay, ഇതിൽ y already 0 ആണ്. അപ്പം the second equation becomes x minus z is equal to 0. സിൻസ് y ഓൾറെഡി 0. അപ്പോൾ ഈ ഒരു ഒറ്റ ഇക്വേഷനേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന്
k എന്ന ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വെൻ യു ആർ പുട്ടിങ് z is equal to k, what you will get x is equal to k. ഓക്കെ, ഈ സെഡിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ സോ x is equal to k. നമ്മുടെ വാല്യൂസ് എന്തെല്ലാമാണ് നമുക്ക് കിട്ടിയത്? x is equal to k എന്ന് കിട്ടിയിട്ടുണ്ട്, y is equal to 0 എന്ന് കിട്ടിയിട്ടുണ്ട്, ആൻഡ് z is equal to k എന്ന് കിട്ടിയിട്ടുണ്ട്. യു അറേഞ്ച് ദിസ് ഇൻ column vector in the form of a column vector. So k 0 k, and when you are putting a special value for k, for example k is equal to 1 and substitute cheyanengil you will get the eigenvector as 1 0 1. So this is the eigenvector corresponding to the eigenvalue lambda is equal to 3. അപ്പം ഈ തരത്തിൽ ഏഗൺ വെക്ടേഴ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി 2 ഫോർമുല ഞാൻ തന്നു. ആ 2 ഫോർമുല ഓർത്തിരിക്കുക. ഓർഡർ 3 വന്നാലും ഓർഡർ 2 വന്നാലും എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അതുപോലെ തന്നെ ഏഗൺ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ഏഗൺ വാല്യൂസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡിങ് ഏഗൺ വെക്ടർ. എത്ര ഏഗൺ വാല്യൂസ് ഉണ്ടോ അത്രയും ഏഗൺ വെക്ടേഴ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഏഗൺ വെക്ടർ മീൻസ് ഇറ്റ് ഇസ് എ വാല്യൂ ഓഫ് എക്സ്. So I hope you all understood what I discussed today. Very important problem ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.